ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് ഒരു സ്പിരിച്വൽ ജേർണി, ഒരു ട്വിൻ ഫ്ലെയിം ജേർണി, അതെന്താണ്, എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, എന്താണ് ഈ ജേർണിയുടെ ലക്ഷ്യങ്ങൾ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് സെറ്റപ്പ് കണ്ടു. നമ്മളിൽ പലരും ഒരു സ്പിരിച്വൽ ജേർണിയിലാണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. പലരും അവിടെ സ്റ്റക്കാണ്, പലർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പലരും കൺഫ്യൂഷനിലാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന കുറേ പേർക്ക് ഒരു താങ്ങാവാൻ, അവരുടെ കൂടെ നിൽക്കാൻ, അവരുടെ കൂടെ നിന്ന് സ്വയം എനിക്കും കൂടെ വളരാൻ, ഇതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നത് ട്വിൻ ഫ്ലെയിമിന് എങ്ങനെ തിരിച്ചറിയാം, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണോ, ഇതെങ്ങനെ തിരിച്ചറിയാം. അതിൻ്റെ ആദ്യത്തെ ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വ്യക്തിയെ കാണുമ്പം നമ്മൾക്കൊരു അപരിചിതത്വം തോന്നില്ല. അതായത് എനിക്ക് ഇയാളെന്നെ എവിടെയോ അറിയാം, ഈ വ്യക്തിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പം ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ല, വളരെ നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ അടുത്ത് പോലെ സംസാരിക്കാനും ആളുടെ അടുത്ത് പെരുമാറാനും നമുക്ക് സാധിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. നമ്മുടെ ദേഷ്യം, നമ്മുടെ അസൂയ, നമ്മുടെ ഉള്ളിലെ കുശുമ്പ്, നമ്മളുടെ ഒരു വറീസ്, നമ്മളുടെ കൺഫ്യൂഷൻ, അങ്ങനെ നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഒരുപാടുണ്ടല്ലേ. അപ്പം അതെല്ലാം നമ്മളറിയാതെ തന്നെ ഇവർ ഓരോ ട്രിഗേഴ്സിൽ കൂടെ പുറത്ത് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് വേറൊരു ലക്ഷണം. പിന്നെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബന്ധം വരുന്നത് നമ്മളെ സ്റ്റക്കാക്കാനല്ല, നമ്മുടെ ഉയർച്ചയിലേക്കാണ് ഈ ബന്ധം വരുന്നത്. നമ്മൾ വൺസ് ട്വിൻ ഫ്ലെയിമിനെ കണ്ടു കഴിഞ്ഞാൽ ആ മൊമെൻ്റ് തുടങ്ങി നമ്മുടെ ലൈഫ് മാറുകയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകും തോറും, ഇന്നർ വർക്ക്സ് ചെയ്യും തോറും നമ്മുടെ ലൈഫ് ഇങ്ങനെ മാറി മാറി നമ്മുടെ ലൈഫിന് എപ്പോഴും ഗ്രോത്താണ്. പിന്നെ ഒരിക്കലും ലൈഫ് താഴോട്ട് പോകുന്നില്ല, ഗ്രോത്താണ് ട്വിൻ ഫ്ലെയിം യാത്ര തരുന്നത്. എല്ലാ രീതിയിലും നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ആത്മീയമായും ഫിനാൻഷ്യൽ, മെൻ്റലി എല്ലാം നമ്മൾക്കൊരു ഗ്രോത്താണ് ഈ യാത്ര തരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്നൊരു സുരക്ഷിതത്വമുണ്ട്. നമ്മളിപ്പോൾ എത്ര തിരക്കാണെങ്കിലും എന്ത് പ്രശ്നത്തിലാണെങ്കിലും ഈ വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതാവസ്ഥ, നമ്മൾക്ക് എന്താ ഒരു സമാധാനം, നമ്മളെല്ലാ വിഷമങ്ങളും ആ ടെൻഷനും ഒക്കെ മറന്ന് നമുക്ക് ഒരു പീസ്ഫുൾ മോഡിൽ ഇരിക്കാൻ സാധിക്കും ഈ വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ, രണ്ടു പേർക്കും പരസ്പരം. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ. പിന്നെ ഈ ട്വിൻ ഫ്ലെയിം യാത്ര ഇപ്പം നമ്മളിത് പറഞ്ഞത് കൊണ്ടോ ഇങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോളിനാണിത് തിരിച്ചറിയാൻ പറ്റുക. വേറൊരു വ്യക്തിക്കോ വേറൊരു ഹീലർക്കോ കൗൺസിലർക്കോ പറഞ്ഞു തരാൻ പറ്റില്ല, ഇതാണ് നിൻ്റെ ട്വിൻ ഫ്ലെയിം, നീ ഇന്ന് ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തും. അങ്ങനെയല്ല, നമ്മുടെ സോളിനാണത് അറിയുക. നമ്മുടെ സോളിനെ ആക്ച്വലി അറിയാം, പക്ഷെ സോളിൻ്റെ അറിവ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന, നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മൾ ഈ മായാലോകത്ത് പെട്ടിട്ട് നമ്മൾ കിടക്കുന്ന കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സോളിനുള്ള വിസ്റ്റം നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ നിന്നാണ് നമ്മൾ ട്വിൻ ഫ്ലെയിമിനെയും ബാക്കി കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു റെഡ് ഹാർട്ട് തരണേ, എന്നാൽ മാത്രമേ എനിക്കറിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക് യു.